ഹല്ലേലൂയ. ഞാൻ വചനത്തിലൂടെ നിങ്ങളോടൊരു കാര്യം പറഞ്ഞുതരാമേ. ഇതൊരു കുളമാണ്. ഇതെൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുളമാണ്. ഈ കുളത്തിൻ്റെ അടുത്ത് നട്ടിരിക്കുന്ന ഈ ചെടികളും ഈ വൃക്ഷങ്ങളൊക്കെ നോക്കി നല്ല പച്ചയായിരിക്കുന്നല്ലേ, കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് നോക്ക്. ഇത് കുളത്തിൻ്റെ അടുത്തുള്ള വാഴകളൊക്കെയാണ്. ഇതിൻ്റെ ഇലകൾ നോക്കി വാടിപ്പോകാതെ നല്ല ഫലപുഷ്ടിയോടുകൂടെ ഇരിക്കുന്നേ. എന്തുകൊണ്ടായിരിക്കാം? ഈ കുളത്തിൻ്റെ അടുത്തുള്ള വെള്ളത്തിൽ നിന്ന് നല്ല ജലാംശം ഈ വാഴയിലൊക്കെ കിട്ടുന്നത് കൊണ്ടാണ് ഇത് നല്ല പുഷ്ടിയുള്ള വാഴകളായി തീരുന്നത്. ഇവിടുത്തെ ഇലകളൊന്നും വാടിപ്പോകാതെയാണ് ഇരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ദൈവത്തിന് നമ്മളോടുള്ള ഇഷ്ടം. എന്താണ് ദൈവത്തിന് നമ്മളോടുള്ള ഇഷ്ടം? ഇതുപോലെ നല്ല ഫലം കായ്ക്കണം, പാടിപ്പോകാതെ ആറ്റിൻകരയിൽ നട്ടിരിക്കുന്ന ഒരു നല്ല വൃക്ഷമായി തീരാനാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹം. കണ്ട, നമുക്ക് ചെടിയിലൊക്കെ നല്ല പൂക്കൾ കണ്ട, നല്ല ജലാംശമുള്ള ചെടികൾ നോക്ക്. ഈ ചെടികളിൽ എന്തൊരു ജലാംശമുണ്ടോ നോക്ക്. ഇതുപോലെയാണ് നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെ ആഗ്രഹം. നമ്മൾ ആറ്റിൻകരയിൽ നട്ടിരിക്കുന്ന നല്ല വൃക്ഷമായി ആ വൃക്ഷത്തിൽ നിന്ന് ആ ചെടികളിൽ നിന്ന് നല്ല പൂവുകൾ കായ്ക്കുവാനും നല്ല ഫലങ്ങൾ പുറത്തു വരുവാനുമാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശം. ഹല്ലേലൂയ. ഇതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ജലം നമ്മുടെ മേലെ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. എപ്പോഴും നമ്മൾ പ്രാർത്ഥനയിലിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വാടിപ്പോകുന്ന നമ്മളെ പരിശുദ്ധാത്മാവിൻ്റെ നദി കൊണ്ട് നമ്മളെ നനച്ച് നമ്മൾ നല്ല ഫലമുള്ള വൃക്ഷമായി നമ്മൾ ഓരോരുത്തരും തീരണം. നോക്ക്, എന്തൊരു ഭംഗിയാണ് കാണാനായിട്ടല്ലേ. എന്നാൽ മരുഭൂമിയിലെ ചെടികളോ വാഴകളോ വൃക്ഷങ്ങളോ ഇങ്ങനെ ആയിരിക്കും? ഒരിക്കലുമില്ല. നമ്മൾ ഇതുപോലെ ആയിരിക്കാനാണ് നമ്മുടെ ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഉദ്ദേശം. ഹല്ലേലൂയ.